കാട്ടാനകളുടെ പതിവ് വിഹാരകേന്ദ്രമായിരുന്നിട്ടും വഴിവിളക്കുകൾ സ്ഥാപിക്കാതെ അധികൃതർ. കോതമംഗലം പെരുമ്പങ്കുത്ത് റോഡിൽ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള ഭാഗമാണ് സന്ധ്യയോടെ യാത്രയ്ക്ക് സാധിക്കാത്ത വിധം ഇരുട്ടിലാകുന്നത്. കാട്ടാനകൾ തൊട്ടടുത്ത് നിന്നാൽ പോലും വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയില്ല. വഴിവിളക്കുകൾക്കായി പണം അനുവദിച്ചെങ്കിലും ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് പദ്ധതിയുടെ ഫയലുകൾ. സന്ധ്യയായാൽ ഇതുവഴി പോകുന്നവർ വീടെത്തുമോ എന്ന് ഭയക്കണം. കാരണം കാട്ടാന തൊട്ടടുത്തെത്തിയാൽ പോലും കാണാൻ കഴിയില്ല. ഇരുവശത്തും നിബിഡ വനമാണ്. ഇവിടമാകട്ടെ കാട്ടാനകളുടെ വിഹാരകേന്ദ്രവും. പറഞ്ഞു വരുന്നത് പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള 2 കിലോമീറ്റർ വനപാതയെക്കുറിച്ചാണ്. കീരമ്പാറ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ഉൾപ്പെടുന്ന ഈ വനപാതയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ കാലമിത്രയായിട്ടും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. കാട്ടാനകളെ പതിവായി കാണപ്പെടുന്ന ഈ ഭാഗത്തുകൂടി ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങളുടെ സഞ്ചാരം. ഇവിടെ വനത്തിനുള്ളിലായി നിരവധി വീടുകളും താമസക്കാരുമുണ്ട്. ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. സ്കൂളിൽ പോയി വരുന്ന കുട്ടികളുമുണ്ട്. എന്നിട്ടും ഇവരുടെ സുരക്ഷയെ പ്രതി വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. വഴിവിളക്കുകൾ സ്ഥാപിക്കാനായി ആന്റണി ജോൺ MLA MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിരുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ വഴിവിളക്കുകൾക്കായി MLA ഫണ്ട് വിനിയോഗിക്കാൻ നിയമതടസ്സമുണ്ടെന്ന് കാണിച്ച് ഈ ഫണ്ട് വകമാറ്റി KSEBിക്ക് നൽകുവാൻ കളക്ടറേറ്റിലേക്ക് ഫയലുകൾ സമർപ്പിച്ച് കാത്തിരുന്നു. ഇതിനായി ഏറെ ശ്രമിച്ചുവെങ്കിലും ഫയലുകൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഇതേക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. സ്ട്രീറ്റ് ലൈറ്റിന് MLA ഫണ്ട് അനുവദിച്ചിട്ട് ഇന്ന് ഏകദേശം 7 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 10.5 ലക്ഷം രൂപയാണ് MLA ഫണ്ടിൽ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്നതിന് അനുവദിച്ചത്. എന്നാൽ നാളിതുവരെ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ആസൂത്രണ കമ്മീഷൻ്റെ അംഗീകാരം കിട്ടണമെന്നാണ് MLA ആയിട്ട് ആലോചിച്ചപ്പോൾ കിട്ടിയ മറുപടി. അതിനുവേണ്ടി യാതൊരു പേപ്പർ ഭാഗവും നീക്കുന്നില്ല. ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ തട്ടേക്കാട് പുന്നേക്കാട് റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. കാട്ടാനശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. കാട് ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിയ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ വെട്ടമുണ്ടെങ്കിൽ അത്യാവശ്യം കാട്ടുമൃഗങ്ങളെ കണ്ടു തന്നെയെങ്കിലും ജനങ്ങൾക്ക് ഒരു സുരക്ഷിതം ലഭിക്കും എന്നുള്ളതാണ്. കുട്ടമ്പുഴയിലേക്കുള്ള ഹൈടെൻഷൻ ലൈൻ ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവിടെ ഒരു ലോ ടെൻഷൻ ലൈൻ കൂടെ കൊണ്ടുവന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പൊതുജന അഭിപ്രായം. നാളുകളായി ഉന്നയിക്കുന്ന ഈ ആവശ്യം അടിയന്തരമായി നടത്തിയെടുക്കാൻ കഴിയാത്ത പക്ഷം എന്തെങ്കിലും ഒരു വന്യജീവി ആക്രമണം ഉണ്ടായാൽ പൂർണ്ണ ഉത്തരവാദിത്തം ജനപ്രതിനിധികൾക്കും അധികൃതർക്കുമായിരിക്കുമെന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.